സമീപകാലത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് ചൈനയുടെ അതിവേഗത്തിലുള്ള സൈനിക വളർച്ച. പുതിയ യുദ്ധോപകരണങ്ങൾ, അത്യാധുനിക സാങ്കേതിക മുന്നേറ്റങ്ങൾ, സൈനിക ഘടനയിലെ സമൂലമായ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഈ വളർച്ചയുടെ ഭാഗമാണ്. ഈ നവീകരണങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു വലിയ ഭീഷണിയായി കാണുമ്പോൾ ഇതിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു സന്തുലിതമായ വിശകലനവും ആവശ്യമാണ്. ദശാബ്ദങ്ങളോളം വിദേശ രാജ്യങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യകളെ, പ്രത്യേകിച്ച് റഷ്യയുടെ മുൻ സോവിയറ്റ് യൂണിയന്റെയും ആശ്രയിച്ചാണ് ചൈനയുടെ സൈനിക ശക്തി വളർന്നത്. എന്നാൽ നിലവിൽ ചൈനയുടെ സൈനിക നവീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം സൈനിക സ്വയം പര്യാപ്തത നേടുക എന്നതാണ്. ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കാതെ സ്വന്തമായി വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള തന്ത്രപരമായ നീക്കമാണ് ചൈന നടത്തുന്നത്. ഈ തന്ത്രമാണ് ചൈനയെ ആഗോള സൈനിക ശക്തികളുടെ മുൻനിരയിലേക്ക് ഉയർത്തിയത്. ഈ സ്വയം പര്യാപ്തതയുടെ പ്രതീകങ്ങളാണ് ചൈനയുടെ സ്വന്തം നിർമ്മിതികളായ J-20 സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, വിമാനവാഹിനി കപ്പലുകൾ, അത്യാധുനിക യുദ്ധക്കപ്പലുകൾ എന്നിവയെല്ലാം. ഒരു കാലത്ത് വിദേശ മാതൃകകളെ ആശ്രയിച്ച ചൈന ഇന്ന് ആഗോള ആയുധ വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാൻ മാത്രം ശേഷി നേടിയിരിക്കുന്നു. ഇത് ചൈനയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തെ വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര ഉപരോധങ്ങളെയോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയോ അതിജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ചൈനയുടെ സൈനിക വളർച്ചയുടെ അടിസ്ഥാന കാരണം പ്രതിരോധ മേഖലയിൽ അവർ ചെലവഴിക്കുന്ന ഭീമമായ തുകയാണ്. അമേരിക്ക കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ബഡ്ജറ്റുള്ള രാജ്യവും ചൈനയാണ്. 2024 ചൈന തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് ഏകദേശം 7.2% വർദ്ധിപ്പിച്ച് $249 ബില്യൺ ആക്കി ഉയർത്തി. ഈ ഭീമമായ തുക പ്രധാനമായും ഉപയോഗിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും വേണ്ടിയാണ്. സൈനിക ഗവേഷണത്തിനും വികസനത്തിനും നൽകുന്ന ഈ ഊന്നൽ ഭാവിയിലെ സൈനിക മുന്നേറ്റങ്ങൾക്ക് ചൈനയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഈ നിക്ഷേപങ്ങൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ, സൈബർ യുദ്ധോപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളിലാണ് കൂടുതലും. ഈ മേഖലകളിലെ മുന്നേറ്റങ്ങൾ പരമ്പരാഗത യുദ്ധരീതികളെ മറികടക്കാനും സാധ്യതയുണ്ട്. ചൈനയുടെ സൈനിക നവീകരണം വെറും ആയുധ നിർമ്മാണത്തിൽ ഒതുങ്ങുന്നില്ല. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ നിലവിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താനും തടയാനും പ്രയാസമാണ്. ഇത് ചൈനയുടെ പ്രതിരോധ ശേഷിക്ക് ഒരു വലിയ മുൻതൂക്കം നൽകുന്നുമുണ്ട്. സമുദ്ര അതിർത്തികളിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിവുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ചൈന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കടലിനടിയിലെ സുപ്രധാന ആശയവിനിമയ കേബിളുകൾ മുറിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇത് തന്ത്രപ്രധാനമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. എയ്റോസ്പേസ് രംഗത്ത് ചൈനയുടെ താൽപര്യം 6ാം തലമുറ പോർ വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ വ്യക്തമാണ്. ഇത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും പിന്തള്ളി ഈ മേഖലയിൽ മുന്നിലെത്താനുള്ള ശ്രമമാണ്. രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കായി കൊതുകിന്റെ വലുപ്പമുള്ള മൈക്രോ ഡ്രോണുകൾ വരെ വികസിപ്പിച്ചെടുത്തത് യുദ്ധമുഖത്തെ പുതിയ സാധ്യതകളാണ് കാണിക്കുന്നത്. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചൈനയുടെ സൈനിക ഘടനയിലും തന്ത്രങ്ങളിലും കാര്യമായ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇത് പുതിയ കാലത്തെ യുദ്ധങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. സൈബർ യുദ്ധം, ഇലക്ട്രോണിക് യുദ്ധം, വിവരശേഖരം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ചൈന പുതിയ ഇൻഫോർമേഷൻ സ്പോട്ട് ഫോഴ്സും സ്ഥാപിച്ചു. ഇത് സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയാണ്. രാജ്യത്തിന്റെ സാങ്കേതിക വികസനവും സൈനിക ശേഷിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തന്ത്രം സാധാരണ പൗരന്മാരുടെ കണ്ടുപിടുത്തങ്ങളുടെ അറിവും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്നു. ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചൈനയുടെ സൈനിക നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ചൈന ഭീഷണി എന്ന ചിന്തയിലേക്ക് മാത്രമായി ഒതുങ്ങാറുണ്ട്. എന്നാൽ ഈ വിഷയത്തെ സന്തുലിതമായ ഒരു കാഴ്ചപ്പാടിൽ സമീപിക്കേണ്ടതും അത്യാവശ്യമാണ്. ചൈനയുടെ ഈ സൈനിക വളർച്ചയെ അവരുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രതിരോധ തന്ത്രമായി കാണാൻ കഴിയും. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വെല്ലുവിളിയാകുന്ന വിദേശ ഇടപെടലുകളെ തടയുക, അതിർത്തികൾ സംരക്ഷിക്കുക, തങ്ങളുടെ താൽപര്യമുള്ള സമുദ്രമേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നിവയെല്ലാം ചൈനയുടെ ലക്ഷ്യങ്ങളാണ്. സൈനിക ശക്തിയുടെ നവീകരണം വെറും ആയുധങ്ങളിൽ ഒതുങ്ങുന്നില്ല. ചൈനീസ് സൈന്യമായ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ന് കൂടുതൽ കാര്യക്ഷമവും തന്ത്രപരവുമാണ്. നിർമ്മിത ബുദ്ധി, സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ എന്നിവയെല്ലാം സൈനിക പ്രവർത്തനങ്ങളിൽ സംയോജിപ്പിക്കുന്ന ഇന്റലിജൻസ് വാർഫെയർ എന്ന പുതിയ യുദ്ധതന്ത്രമാണ് ചൈന പിന്തുടരുന്നത്. ചൈനയുടെ സൈനിക നവീകരണത്തിന്റെ പ്രാധാന്യവും പരിധിയും അംഗീകരിക്കുന്ന ഒരു വിലയിരുത്തലിലേക്കും അന്താരാഷ്ട്ര സമൂഹം നീങ്ങേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പരസ്പര അവിശ്വാസത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും പാത ഒഴിവാക്കാൻ കഴിയൂ. ആഗോള സമാധാനത്തിൽ ഒരു യഥാർത്ഥ സഹകരണത്തിന്റെ പാത തുറക്കാനും ഇത് സഹായിക്കും.